ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി LGS അതുപോലെ LGS മെയിൻസിൻ്റെ സിലബസ് അനുസരിച്ചുള്ള SCRT പാഠഭാഗങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന മൊഡ്യൂളിൽ ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഈ മൊഡ്യൂളിൽ വരുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. രണ്ട്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. മൂന്ന്, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ. നാല്, വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം. അഞ്ച്, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ആറ്, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ഏഴ്, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. എട്ട്, ജീവിതശൈലി രോഗങ്ങൾ. ഒൻപത്, കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന SCRT ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് ചാപ്റ്റേഴ്സൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഓക്കെ, വഴിയെ നമ്മുടെ ക്ലാസ് കേട്ട് പഠിച്ചു വരാം. അതുപോലെ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലാവാത്ത ആളുകൾ എന്ത് ചെയ്യാം, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഫുൾ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓഡിയോ ക്ലാസ് അല്ലെങ്കിൽ ഓഡിയോ കേട്ടുകൊണ്ട് നിങ്ങൾ നോട്ട് എഴുതുക, അതുപോലെ ഇത് കണ്ടുപഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച വിഷയങ്ങൾ ഓർത്തിരിക്കും. ഓക്കെ, നിങ്ങളൊരു റാങ്ക് ഫയലോ ഒരു ബുക്കൊക്കെ റെഫർ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ ക്ലാസ്സുകൾ കേട്ട് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് പഠിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഒരുപാട് വർത്തമാനം പറയുന്നില്ല, നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. എന്താണ് അഞ്ചാം ക്ലാസ്സിലെ പാഠമൊന്ന് സസ്യലോകത്തെ അടുത്തറിയാം. നോക്കാം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിൽ ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമാണ്? ഗ്ലൂക്കോസ്, ഓക്സിജൻ എന്നിവയാണ് പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ. ഏതെല്ലാമാണ്? ഗ്ലൂക്കോസ്, ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? അന്നജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉൽപ്പന്നമായി കിട്ടുന്നത് ഗ്ലൂക്കോസ് ആണ്, അത് പിന്നീട് അന്നജമായി മാറുന്നു. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. പകൽ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള PYQs ആണ്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത്, രാത്രി സമയത്ത് സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ പോയിന്റ്സും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഇത് പറയണ്ടല്ലോ. ഓക്കെ, രാത്രി സമയത്ത് സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നതും ഓക്സിജനാണ്. രാത്രി സമയത്ത് സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം പകൽ സമയത്ത് മാത്രം നടക്കുന്നു. ശ്വസനം രാത്രിയും പകലും നടക്കുന്നു. സസ്യങ്ങൾ രാത്രിയും പകലും ശ്വസിക്കുന്നുണ്ടല്ലേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് ആണ് അന്നജമായി മാറ്റപ്പെടുന്നു. സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന ചെറു സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. എന്താണ് ആസ്യരന്ധ്രങ്ങൾ? എവിടെയാണ് കാണപ്പെടുക? സസ്യങ്ങളുടെ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ. സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് എന്തിലൂടെയാണ്? ആസ്യരന്ധ്രം വഴിയാണ്. എന്ത് നടക്കുന്നത്? സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ആരാണ്? ഹരിതകം. എന്താണ് ഹരിതകം? ഹരിതകത്തിൻ്റെ നിറം എന്താണ്? പച്ച. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകമാണ്. അപ്പോൾ ഇലകൾക്ക്, തണ്ടുകൾക്ക്, പൂക്കൾക്കൊക്കെ നിറം നൽകുന്നത് ആരാണ്? വർണ്ണകം. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? സാൻഡിൽ സോപ്പ് എന്താണ്? മഞ്ഞ നിറത്തിലാണ് അല്ലേ? ഓക്കെ, അടുത്തത്, ഇലകൾക്ക് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നത് കരോട്ടിനാണ്. എന്താണ്? ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം. നോക്കൂ, ക്യാരറ്റിൻ്റെ നിറം എന്താണ്? ഓറഞ്ചും മഞ്ഞയും കലർന്നത് അല്ലേ? അപ്പോൾ കരോട്ടിൻ.
അടുത്തത് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് സ്വപോഷികൾ എന്നാണ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ സ്വപോഷികൾ. ശ്രദ്ധിച്ചിരിക്കുക. വാസസ്ഥലത്തിന് മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വാസസ്ഥലത്തിന് മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. അടുത്തത് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? മരവാഴ, ഓർക്കിഡ് എന്നിവ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കാതെ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പരാത സസ്യങ്ങൾ. സ്വന്തമായിട്ട് എന്ത് ചെയ്യില്ല? ആഹാരം നിർമ്മിക്കില്ല. അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നു. ഇത്തരം സസ്യങ്ങൾ അറിയപ്പെടുന്നത് പരാത സസ്യങ്ങൾ. ഉദാഹരണം റഫ്ലീഷ്യ. ഓക്കെ, പരാത സസ്യത്തിന് ഉദാഹരണം ഏതാണ്? റഫ്ലീഷ്യ. അടുത്തത് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ. എന്താണ്? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിൽക്കണ്ണി. എന്താണ്? അർദ്ധപരാത സസ്യമാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസ്, ഓക്സിജൻ എന്നിവ. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? അന്നജമായി മാറുന്നു. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. പകൽ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. രാത്രി സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്നത്, സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നതും ഓക്സിജനാണ്. രാത്രി സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നതും സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം പകൽ സമയത്ത് മാത്രം നടക്കുന്നു. ശ്വസനം രാത്രിയും പകലും നടക്കുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റപ്പെടുന്നു. സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന ചെറു സുഷിരങ്ങളാണ് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ. സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത് എന്തിലൂടെയാണ്? ആസ്യരന്ധ്രം വഴി. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഹരിതകത്തിന്റെ നിറം പച്ച. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകമാണ്. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. ഇലകൾക്ക് ഓറഞ്ച് മഞ്ഞയും കലർന്ന നിറം നൽകുന്നത് കരോട്ടിനാണ്. ഇലകൾക്ക് ചുമപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് സ്വപോഷികൾ. വാസസ്ഥലത്തിന് മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം മരവാഴ, ഓർക്കിഡുകൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കാതെ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പരാത സസ്യങ്ങൾ. ഉദാഹരണം റഫ്ലീഷ്യ. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലയുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിൽക്കണ്ണി. ക്ലിയർ ആണോ? ഇവിടെ എപ്പിഫൈറ്റ്, പരാത സസ്യങ്ങൾ, അതുപോലെ അർദ്ധപരാത സസ്യങ്ങൾ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണേ. തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, നോക്കാം. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പൂർണ്ണപരാതങ്ങൾ അഥവാ മൂടില്ലാത്താളി. എന്താണ്? ഉറച്ചു നിൽക്കാൻ എന്തില്ല, അതുകൊണ്ട് അവ എന്ത് ചെയ്തു? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം അങ്ങ് എടുത്ത് കഴിച്ചു. അപ്പം ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പൂർണ്ണപരാതങ്ങൾ. അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നു. അർദ്ധപരാതവും പൂർണ്ണപരാതവും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നു. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ശവോപജീവികൾ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ശവോപജീവികൾ. ശവോപജീവികൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പൽ, കൂൺ എന്നിവ.
അപ്പോൾ ശപോവ ജീവികൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പൽ, കൂൺ എന്നിവ. കൂണുകൾ പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ടവയാണ്. പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽപ്പെടുന്നവയല്ല. പൂപ്പലുകൾ എന്തല്ല? സസ്യവിഭാഗത്തിൽപ്പെടുന്നവയല്ല. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ആരോഹികൾ എന്നാണ്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് എന്ത്? ആരോഹികൾ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. അടുത്തത്, താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ. PYQ ആണ്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ. ആരോഹികൾക്ക് ഉദാഹരണമാണ് കുരുമുളക്, പാവൽ, പടവലം. നോക്കൂ, വള്ളി പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കയറുന്നില്ലേ? അങ്ങനെ മുകളിലോട്ട് കയറി പോകുന്ന തരം സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഈ ആരോഹികൾ എന്ന് പറയുന്നത്. അങ്ങനെ ആരോഹികൾക്ക് ഉദാഹരണമാണ് ഏത്? കുരുമുളക്, പാവൽ, പടവലം. നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇഴവള്ളികൾ. എന്താണ്? നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? ഇഴവള്ളികൾ. ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ് കൊടങ്ങൽ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ്. ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ് കൊടങ്ങൽ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ്. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് താങ്ങുവേരുകൾ. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന്, ശ്രദ്ധിക്കുക, ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് താങ്ങുവേരുകൾ. താങ്ങുവേരുകൾക്ക് ഉദാഹരണം പേരാൽ. ഓക്കെ. തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് എന്താണ്? പൊയ്ക്കാൽ വേരുകൾ. തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. പൊയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണമാണ് ആറ്റുകൈത. എന്താണ്? ആറ്റുകൈത. ഉദാഹരണം സഹിതം പഠിച്ചേക്കുക. അപ്പോൾ പൊയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണം ആറ്റുകൈത. ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. അപ്പോൾ കണ്ടൽ ചെടികൾക്ക് എന്തുണ്ട്? ശ്വസന വേരുകളുണ്ട്. ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ കണ്ടൽ ചെടികൾ. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ അറിയപ്പെടുന്നത് സംഭരണ വേരുകൾ. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്. അപ്പോൾ സസ്യങ്ങൾ സംഭരിച്ചു വെക്കുന്ന ആഹാരമാണ് ഇതിലുള്ളത് ഈ മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെന്താണ്? സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. മണ്ണിനടിയിൽ കാണുന്ന ഭക്ഷ്യയോഗ്യമായ കാണ്ഡങ്ങൾ അറിയപ്പെടുന്നത് ഭൂകാണ്ഡങ്ങൾ എന്നാണ്. മണ്ണിനടിയിൽ കാണുന്ന ഭക്ഷ്യയോഗ്യമായ കാണ്ഡങ്ങൾ അറിയപ്പെടുന്ന ഏതാണ്? ഭൂകാണ്ഡങ്ങൾ. ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്, ഉള്ളി, മഞ്ഞൾ, ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ, കൂർക്ക എന്നിവ. ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഉരുളക്കിഴങ്ങ്, ഉള്ളി, മഞ്ഞൾ, ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ, കൂർക്ക. ഇതൊക്കെ എന്താണ്? കാണ്ഡമാണ്. ഇങ്ങനെ ഭക്ഷ്യവിഭവമായി മാറിയിരിക്കുന്നത് അല്ലേ? കാണ്ഡമാണ്. മറ്റേതെന്താണ്? വേരാണ് മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ് തുടങ്ങിയവ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കൂ, ഈ പാഠഭാഗം ഏത് പോർഷനിൽ വരുന്നെന്ന് പറയൂ നോക്കട്ടെ. കേരളത്തിലെ പ്രധാന കാർഷിക വിളകൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ഇത്. ഇതിൻ്റെ തൊട്ടുള്ള അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ആശങ്കപ്പെടണ്ട. നമ്മുടെ ടോപ്പിക്കിൽ ഇല്ലാത്ത വിഷയങ്ങളാണോ പഠിപ്പിക്കുന്നതെന്നുള്ളൊരു ആശങ്കയൊന്നും വേണ്ട. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഈ മൊഡ്യൂളിൽ വരുന്ന പാഠഭാഗങ്ങളാണ് കേട്ടോ. ഓക്കെ, അതൊന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. നോക്കാം. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പൂർണ്ണപരാതങ്ങൾ. ഉദാഹരണം മൂടില്ലാത്താളി. അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നു. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ശവോപജീവികൾ. ശവോപജീവികൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പൽ, കൂൺ എന്നിവ. കൂണുകൾ പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ടവയാണ്. പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽപ്പെടുന്നവയല്ല. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ആരോഹികൾ. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ. ആരോഹികൾക്ക് ഉദാഹരണമാണ് കുരുമുളക്, പാവൽ, പടവലം എന്നിവ.
നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇഴവള്ളികൾ. ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ് കൊടങ്ങൽ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ്. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് താങ്ങുവേരുകൾ. താങ്ങുവേരുകൾക്ക് ഉദാഹരണമാണ് പേരാൽ. തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകൾ. പൊയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണമാണ് ആറ്റുകൈത. ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടൽ ചെടി. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ അറിയപ്പെടുന്നത് സംഭരണ വേരുകൾ. സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങളാണ് മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ് തുടങ്ങിയവ. മണ്ണിനടിയിൽ കാണുന്ന ഭക്ഷ്യയോഗ്യമായ കാണ്ഡങ്ങൾ അറിയപ്പെടുന്നത് ഭൂകാണ്ഡങ്ങൾ. ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഉരുളക്കിഴങ്ങ്, ഉള്ളി, മഞ്ഞൾ, ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ, കൂർക്ക തുടങ്ങിയവ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ നോക്കാം. 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് വിത്തിനുള്ളിലെ ജീവൻ. വിത്തിനുള്ളിലെ ജീവൻ നോക്കാം. അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. എന്താണ് ബീജാങ്കുരണം? അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. അപ്പോൾ ഇതിന് ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ, നമുക്ക് മനസ്സിലാവും. അടുത്തത്, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഏതാണ്? ബീജമൂലം. നോക്കൂ, എല്ലാം PYQ ആണ് കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, PYQ ആണ്. വിത്തിൽ നിന്ന് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന ഭാഗമാണ് ബീജമൂലം. എന്താണ് ഈ ബീജമൂലം എന്ന് പറയുന്നത്? വിത്തിൽ നിന്ന് വളർന്ന് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? ബീജമൂലം. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം ബീജശീർഷം. എന്താണ് ശീർഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലല്ലേ? അപ്പോൾ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം ബീജശീർഷം. വിത്തിൽ നിന്ന് വളർന്ന കാണ്ഡമായി മാറുന്ന ഭാഗമാണ് ബീജശീർഷം. അപ്പോൾ ഈ ബീജശീർഷം എന്തായി മാറും? കാണ്ഡമായി മാറും അല്ലേ? വിത്തിൽ നിന്ന് വളർന്ന് കാണ്ഡമായി മാറുന്ന ഭാഗമാണ് ബീജശീർഷം. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലയാണല്ലോ ആഹാരം പാകം ചെയ്യുന്നത്. അതുവരെ ആരാണ് ഈ സസ്യത്തിന് വേണ്ട ആഹാരം നൽകുന്നത്? ബീജപത്രമാണ് കേട്ടോ, ബീജപത്രം. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ റിവൈസ് ചെയ്താലോ? നോക്കാം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. വിത്തിൽ നിന്ന് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന ഭാഗമാണ് ബീജമൂലം. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. വിത്തിൽ നിന്ന് വളർന്ന് കാണ്ഡമായി മാറുന്ന ഭാഗമാണ് ബീജശീർഷം. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? നോക്കാം. അടുത്തത്, സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യമുണ്ടാകുന്ന പ്രജനനം അറിയപ്പെടുന്നതാണ് കായിക പ്രജനനം. എന്താണ്? സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളാണ് ഇതെല്ലാം. വേര്, തണ്ട്, ഇല മുതലായവ. ഇവയിൽ നിന്ന് പുതിയ സസ്യമുണ്ടാകുന്ന പ്രജനനം അറിയപ്പെടുന്നത് കായിക പ്രജനനം. കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് അപ്പൂപ്പൻ താടി, മഹാഗണി എന്നിവ. കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ അപ്പൂപ്പൻ താടി, മഹാഗണി എന്നിവ. ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് തെങ്ങാണ്. ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് തെങ്ങാണ്. എങ്ങനെ ഓർത്തിരിക്കാം? കായലിൽ ഒരുപാട് തേങ്ങയൊക്കെ ഇങ്ങനെ മുളച്ച് പാറി അങ്ങ് ഒഴുകുന്നുണ്ട് എന്നൊക്കെ സങ്കല്പിക്കുക. ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് തെങ്ങ്. ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്നത് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ഏതൊക്കെയാണ് ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്നത്? ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ക്ലിയർ ആണോ? അടുത്ത, പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നത് വെണ്ട, കാശിത്തുമ്പ. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നത് വെണ്ട, കാശിത്തുമ്പ. അടുത്തത് നോക്കാം, കാർഷിക വിളകളും ജന്മദേശവും. കാർഷിക വിളകളും ജന്മദേശവും നോക്കാം. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവ അമേരിക്കയിൽ നിന്നുള്ള വിളകളാണ് അല്ലേ? അപ്പോൾ ഈ വിളകളുടെയൊക്കെ ജന്മദേശം ഏതാണ്? അമേരിക്കയാണ്. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. എങ്ങനെ നമ്മൾക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുക? കുറച്ച് ഫ്രൂട്ട്സ്
ആരോ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നപ്പോൾ, അമേരിക്കയിൽ നിന്നൊരു ഗസ്റ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് ഫ്രൂട്ട് സാലഡ് പോലെ ഫ്രൂട്ട്സും അതുപോലെ മരച്ചീനിയും പുഴുങ്ങി ഇതൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ മരച്ചീനിയുടെ കൂടെ എന്തൊക്കെ ഉണ്ട്, തക്കാളി, ഉരുളക്കിഴങ്ങ്, അതുപോലെ പച്ചമുളകൊക്കെ ഇട്ട് ഒരു കറി അങ്ങ് ഉണ്ടാക്കി. പിന്നെയോ കൈതച്ചക്ക, പേരയ്ക്ക, പപ്പായ എന്നിവയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് എന്താക്കി, അതൊരു സാലഡാക്കി കൊടുത്തു, ഫ്രൂട്ട് സാലഡ്. പിന്നെ അതിൻ്റെ ഒപ്പം എന്തുണ്ട്, കാപ്പി കുടിക്കാനാണ് ഈ ഗസ്റ്റ് വന്നത് കേട്ടോ. എവിടെ നിന്നാണ് വന്നത്, അമേരിക്കയിൽ നിന്ന്. ഓക്കെ, ജസ്റ്റ് എന്തേലുമൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കാം, കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. അടുത്തത് തേയില നമുക്കറിയാം ആരാണ്, ചൈനയാണ് അല്ലേ. ചൈനയുടെ തേയിലയുടെ ജന്മദേശമാണ് ചൈന. ക്യാബേജ് യൂറോപ്പ്. ക്യാബേജൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് വളരുക അല്ലേ. അപ്പോൾ ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പ്. റബ്ബർ കശുമാവ് ബ്രസീൽ. നമുക്ക് റബ്ബറിലും കശുമാവിലും കറയുണ്ട്, മഷിയുണ്ട് അല്ലേ. അപ്പോൾ ഈ സീല് ഏത് മുക്കിയിട്ടാണ് വെച്ചത്, നമ്മളൊരു ഇങ്ക് മുക്കിയാണല്ലോ സീല് വെക്കുക. അപ്പം ഈ കശുമാവിൻ്റെയും റബ്ബറിൻ്റെയും കറയിലാണ് മുക്കി വെച്ചത്. ഓക്കെ, അപ്പം റബ്ബർ കശുമാവ് ബ്രസീൽ, മറക്കരുത്. ഓക്കെ, നോക്കാം, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യമുണ്ടാകുന്ന പ്രജനനം അറിയപ്പെടുന്നത് കായിക പ്രജനനം. കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് അപ്പൂപ്പൻ, താടി, മഹാഗണി എന്നിവ. ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് തെങ്ങാണ്. ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്നത് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല് തുടങ്ങിയവ. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നത് വെണ്ട, കാശിത്തുമ്പ എന്നിവ. കാർഷിക വിളകളും ജന്മദേശവും. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശമാണ് അമേരിക്ക. തേയിലയുടെ ജന്മദേശം ചൈന. ക്യാബേജിൻ്റേത് യൂറോപ്പ്. റബ്ബർ കശുമാവ് ബ്രസീൽ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് കിടക്കണം. 5ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ പാഠം. 5ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം അറിവിൻ്റെ ജാലകങ്ങൾ. നോക്കൂ, ഫസ്റ്റ് പോയിന്റ്, കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്, റെറ്റിന. കണ്ണിൽ എവിടെയാണ് പ്രതിബിംബം രൂപപ്പെടുക, റെറ്റിനയിലാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് റെറ്റിന. റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ഇതാണ് റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത, യഥാർത്ഥവും തലകീഴായതും. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു, അതായത് ബൈനോക്കുലർ വിഷൻ. അടുത്തത്, വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണം ദ്വിനേത്ര ദർശനമാണ്. അപ്പോൾ നോക്കൂ, ദ്വിനേത്ര ദർശനം എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ കഴിയില്ല, നമുക്കൊരു വസ്തുവിൻ്റെ അകലമോ സ്ഥാനമോ ഒന്നും നിർണ്ണയിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു വസ്തു ഇത്ര അകലത്തിലുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്, ഈ ദ്വിനേത്ര ദർശനം ഉള്ളത് കൊണ്ടാണ്. വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണം ദ്വിനേത്ര ദർശനം. അന്ധരായ ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി. ബ്രെയിൻ ലിപി വികസിപ്പിച്ചത് ലൂയിസ് ബ്രെയിൻ ആണ്. ആരാണ്? ലൂയിസ് ബ്രെയിൻ. ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മരയോന്ത്. ഒരേ സമയം എന്ത് ചെയ്യാൻ കഴിയും? കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മരയോന്ത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാലോ എന്താ മരയോന്തിൻ്റെ പ്രത്യേകത. മരത്തിൽ കയറിയ മരത്തിൻ്റെ നിറം അല്ലേ, പിന്നെ പച്ച ചെടിയിലോ ഇലയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ നിറം അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചറിയാം, പല ദിശകളിലേക്കാണ് അല്ലേ കണ്ണ് പോകുന്നത്. ഓക്കെ, തല പിറകോട്ട് തിരിക്കാൻ കഴിവുള്ള ജീവിയാണ് മൂങ്ങ. ഏതാണ്? മൂങ്ങ. മങ്ങിയ പ്രകാശത്തിലും കാഴ്ചയുള്ള ഒരു ജീവിയാണ് പൂച്ച. ഏതാണ്? പൂച്ച. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് സ്രാവ്. എന്താണ് ഘ്രാണശക്തി? മണം അല്ലേ, മണം. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് സ്രാവ്. പാമ്പുകൾ ഗന്ധം അറിയുന്നത് നാക്ക് ഉപയോഗിച്ച്. കുറ്റാന്വേഷണ രംഗത്ത് നായകളെ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം ഘ്രാണശക്തി കൂടുതലായതിനാൽ.
കുറ്റാന്വേഷണ രംഗത്ത് നായകളെ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം ഘ്രാണശക്തി കൂടുതലായതിനാൽ. പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നതിന് കാരണം നാവിലെ രസമുകുളങ്ങളാണ്. പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നതിന് കാരണം നാവിലെ രസമുകുളങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതെല്ലാമാണ്? 5 ജ്ഞാനേന്ദ്രിയങ്ങളാണുള്ളത് അല്ലേ? ഏതെല്ലാമാണ്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ്? സ്നെല്ലൻ ചാർട്ട്. ഏതാണ്? സ്നെല്ലൻ ചാർട്ടാണ് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്ന് വായിക്കണം? 6 മീറ്റർ. വായിക്കുവാണ്. സ്നെല്ലൻ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്ന് വായിക്കണം? 6 മീറ്റർ. ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാം. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് റെറ്റിന. റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണം ദ്വിനേത്ര ദർശനം. അന്ധരായ ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി. ബ്രെയിൻ ലിപി വികസിപ്പിച്ചത് ലൂയിസ് ബ്രെയിൻ ആണ്. ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മരയോന്ത്. തല പിറകോട്ട് തിരിക്കാൻ കഴിവുള്ള ജീവിയാണ് മൂങ്ങ. മങ്ങിയ പ്രകാശത്തിലും കാഴ്ചയുള്ള ഒരു ജീവിയാണ് പൂച്ച. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവാണ്. പാമ്പുകൾ ഗന്ധം അറിയുന്നത് നാക്ക് ഉപയോഗിച്ച്. കുറ്റാന്വേഷണ രംഗത്ത് നായകളെ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം ഘ്രാണശക്തി കൂടുതലായതിനാൽ. പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നതിന് കാരണം നാവിലെ രസമുകുളങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്ന് വായിക്കണം? 6 മീറ്റർ അകലെ നിന്ന് വായിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കൂ, നമ്മുടെ 3 ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ SCERTയുടെ. നോക്കൂ, അപ്പം നമ്മൾ കുറച്ച് ക്ലാസ്സുകളേ ഉള്ളൂ. 2 3 ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതെല്ലാം ഒന്നിച്ച് ചേർത്തിട്ട് നമ്മൾ എന്താണ് ഈ ടോപ്പിക് അങ്ങോട്ട് കവർ ചെയ്യാണ്, ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്